Hello guys. ഇന്ന് ഞങ്ങള് സീ ലൈഫ് ജർമ്മനിയിൽ വന്നേക്കാണ്. ഇത് ഒബഹാവസറിലുള്ളതാണ് ജർമ്മനിയിൽ. സീ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ അക്വേറിയംസ് ഉണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ജർമ്മനിയാണ്. 50 അക്വേറിയംസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ സീ എന്നുള്ള ഫിഷസും ഉണ്ട്, ഫ്രഷ് വാട്ടർ ഫിഷസ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് അവിടെ വന്നേക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു അക്വേറിയാണ്. ഒരു ട്രോപ്പിക്കൽ സെറ്റപ്പിൽ കുറേ അക്വേറിയംസ്, കുഞ്ഞു കുഞ്ഞു അക്വേറിയംസ് ഉണ്ട് ഇവിടെ. അവിടെ നിന്നാണ് എൻട്രി. ചീക്കോടെ കുത്തിയിരുന്ന് വീഡിയോ എടുക്കുന്നു. എന്തൊരു ആത്മാർത്ഥതയാന്ന് നോക്ക്. നല്ല സെറ്റപ്പ്. ഓ അതിൽ നോക്ക്, ഷാർക്കാ തോന്നണു. പുളിക്കടവിലിരിക്കുന്ന ഒരു പ്രാഗൽഭത്തോടു കൂടി ചീക്കോ ഉളിഞ്ഞു നോക്കുകയാണ് ഗൈസ്. അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ കുറേ റൂംസ് ഉണ്ട്. ഇങ്ങനെ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ അത് ഈ സാധനത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേരെന്താ? വാക്കിംഗ് ഫിഷ്. ഇതിനെനിക്കറിയാം, വാക്കിംഗ് ഫിഷ്. അയ്യോടാ, എന്ത് ക്യൂട്ടല്ലേ. ഒരു ഡ്രാഗൺ കുഞ്ഞിനെയൊക്കെ പോലെയല്ലേ? എനിക്ക് ഇതിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു, ഡ്രാഗൺ കുഞ്ഞിനെ പോലെ. ഇത് ബ്ലോട്ടിയാണോ ഇത് ഓക്കെ ആണോ എനിക്കറിയില്ല. അതിനെ കണ്ടിട്ട് ഇത് ഓക്കെ ആണെന്നും തോന്നുന്നുണ്ട്, അല്ലെന്ന് തോന്നുന്നുണ്ട്. This is, I don't know. This is, I don't know. Coral ആണോ? ആ ഫിഷൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. ഞാനൊന്നിനെ അനങ്ങുന്നത് കണ്ടില്ല. There is a starfish though. Oh yeah, I see it. അവിടെ ഒരു സ്റ്റാർ ഫിഷ് കിടക്കുന്നുണ്ട്. ഇത് കുഞ്ഞു ഷാർക്ക്, വലുതൊന്നുമില്ല. ഇതെന്ത് ഫിഷാ? ഇതെന്ത് ഫിഷാന്നൊന്നറിയില്ല. കരിമീൻ്റെ ആരാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. പുള്ളി ഉണ്ട് മേത്ത്. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മാനത്ത് കണ്ണിയൊന്നുമില്ല ഇവിടെ. ശരിക്കും മാനത്ത് കണ്ണിയൊക്കെ അല്ലേ വേണ്ടത്? അതൊക്കെ എക്സോട്ടിക് അല്ലേ? അതിൻ്റെ ഒരു ഷാർക്ക് അതിനെ ഓടിച്ചു വിട്ടു. അപ്പം എനിക്ക് സമാധാനമായി. ഇവന് എന്ത് കണ്ടാലും അപ്പം കുത്തിയിരിക്കണം. കാരണം ഇവന് ഹൈറ്റ് ഉള്ളത് കൊണ്ടേ എനിക്കാണെങ്കിൽ നിന്നും കണ്ടാൽ മതി. അതിനെ കണ്ടോ? അതിനെ കാണാൻ നല്ല രസമില്ലേ? ഞാനങ്ങനെ അതിനെ കണ്ടിട്ടില്ല. സ്റ്റാർ ഫിഷ് ഉണ്ട്. സ്റ്റാർ ഫിഷ്, ഇതാണ് സ്റ്റാർ ഫിഷിന്റെ ബാക്ക് സൈഡ്. ഇതിന്റെ ചുണ്ടോക്ക് അടിപൊളി സെറ്റ്. നല്ല രസമാണ് അതിന്റെ ചുണ്ട് കാണാൻ. നമുക്കിത് Chico, this looks like the SpongeBob character. What is this name? Patrick. Patrickനെ പോലെ തന്നെയുണ്ട്. ഓക്കെ, Look this one. എന്ത് വലിപ്പാ നോക്ക്. ഇതിന്റെ കൈയാണ്. അയ്യോ, ഇതിന്റെ കൈയാണ്. This one. Should I? ഓ ഈ ലീലി, എനിക്കിതിന് പേടിയല്ല, എന്തോ ഒരു സാധനം വരും എനിക്കിനെ കാണുമ്പോൾ. ഇതൊക്കെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് കൂട്ടാനുണ്ട്. ഈലാണേ. കിടക്ക നോക്ക്. എന്തോ എനിക്കിനെ കാണുമ്പോൾ എന്തോ പോലെ കാലിന്റെ ചെറുവിരലിൽ നിന്ന് എന്തൊക്കെയോ കീറി വരുന്നത്. പേടിയാണോ ഭയമാണോ എന്നറിയില്ല. ഞാൻ പേടിയോ ഭയോ അതിലേതുകൊണ്ട് ഒന്നാണ്. ഈശ്വരാ, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേഷൻ. ഈ സ്റ്റാമ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യണം. നമ്മുടെ കയ്യിലൊരു സാധനം തരും. അതിൽ ഓരോ സ്ഥലത്തുള്ള സ്റ്റാമ്പ് ഇങ്ങനെ കുത്തണം. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് തുടങ്ങുമ്പോഴേ കിട്ടണ്ടായിരുന്നു. ഞങ്ങൾക്കത് കിട്ടില്ല. കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യണപ്പോൾ ഇക്കും ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അതിനകത്ത് ഇങ്കില്ല. അതേടാ, അയലയാടാ. നോക്കിത് മാക്കറലിന്റെ അയലയായി ഓടി നടക്കുന്നത്. അയലനെയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഗൈസ്, അത് അയലയാണ് ഗൈസ്. ഇതൊക്കെ എല്ലായിടത്തും കൂടി അതിങ്ങനെ ഓടിയോട് നടക്കുക. പാവം. ഇങ്ങനെ എന്തോ കണ്ടെന്നും പറഞ്ഞാൽ വിളിക്കുന്നുണ്ട്. വാട്ട്? Eel? What is that?
Kreeft. Oh, crayfish. Lobster. Lobster, ja. Lobster. Lobster ആണ് അതിൻ്റെ അകത്ത്. Lobster is kreeft in Dutch. Kreeft. Dat is lobster. ക്രേഫ്റ്റ്. നമ്മൾ അടുക്കി വരുമ്പോൾ കാണുമ്പോൾ നമ്മളില്ലാത്തപ്പോൾ അത് പൊങ്ങി വരും. അതാണ് സംഭവം. ഇത് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ കോലാമീൻ ഉണ്ട് ഗൈസ്. ഞാൻ അതിനെ കാണിച്ചു തരാം. കോലാമീൻ അതേണ്ട വീട്ടിൽ കോലാമീൻ കണ്ടാ. കോലാമീൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ കോലാമീൻ എന്ന് പറയുന്നത് പല നാട്ടിലും പല പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ചുണ്ട് നീണ്ട് ഇരിക്കുന്ന സാധനത്തിന് കോലാമീൻ എന്ന് പറയും. പെയർ കപ്പിൾസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോലാമീനും കുഞ്ഞിപ്പാമ്പും. അത് നല്ല പേരാണല്ലോ, കോലാമീനും കുഞ്ഞിപ്പാമ്പും. ഇതൊക്കെ ഗൈസ്, ഇതാണ് സീ ഹോൾസ്. കണ്ടോ, അവിടെ നിന്നാണ് വരുന്നുണ്ട്. ഈ സീ ഹോൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. സീ ഹോൾസിൽ മാത്രം ആണുങ്ങളാണ് പ്രസവിക്കുകയും കൂടിയാണ്. മുട്ടയിടല്ല, പ്രസവിക്കുകയാണ്. അത് ആണുങ്ങളാണ് പ്രസവിക്കുന്നത് കുഞ്ഞുങ്ങളെ. ഫൈൻഡിങ് നീമോ, ഡോറി അതിന്റെ അവരനാണ്, അവരല്ല ഇത്. അതല്ല ഇത്, ഇതല്ല അത്, അതുമേ ഇതുമേ. അതുപോലെ തന്നെ ഇരിക്കുന്ന രണ്ടുപേരെ ആളുകളാണ്. ഇതിന്റെ പാറ്റേൺസ് നോക്കി അറിയാം ഇത് അതല്ല. പക്ഷെ ഇതിന്റെ കളേഴ്സ് ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് സെയിം ആയിട്ട് തോന്നുന്നതാണ്. Cheek. Isn't this Nemo and Dory? There's Dory and there's Nemo. No. No? Look at the patterns. It looks the same. It looks the same, but it's not. Oh, okay. You see? Yeah, I see. What's this? എന്തെങ്കിലും ആട്ടെ, എവിടെയെങ്കിലൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ വല്ലതൊക്കെ കേൾക്കും. വർക്ക് ചെയ്യില്ല. അതിവിടെ പവർ ബട്ടൺ എമർജൻസി അത് കറങ്ങട്ടെ. ഞാനത് കണ്ടില്ലായിരുന്നു. ഇതിൽ നിൽക്കിയപ്പോഴാണ് അത് കറങ്ങിയെന്ന് തോന്നുന്നത്. Oh, shark. Shark or? I think that is shark. You see there, shark. Yeah. കുഞ്ഞു ടെലിവിഷൻ ഇത്ര ഉള്ളു കേട്ടോ. എന്റെ കൈയാണിത്. ഇതിന്റെ സൈസ് ഒക്കെ കുഞ്ഞിത്. ഇതിങ്ങനെ എടുക്കാൻ അതിൻ്റെ അകത്തോട്ട് നോക്കിയിട്ടൊന്നും കാണില്ല. കുറെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്ക പിള്ളേരെ പറ്റിക്കാൻ. കണ്ടോ, ഇതിനൊക്കെ ഞാൻ നാഷണൽ ജിയോഗ്രഫിക്കൽ കണ്ടിട്ടുണ്ട്. നോക്ക്. ഹായ്, ഹലോ. He will come. Hello. അവിടെ ഇത് ക്യൂട്ടാ നോക്കടാ. അയ്യോ, ഐ കാൻറ്റ് ഗെറ്റ് ഓവർ. ഇനി ആൾ റെസ്റ്റ് എടുക്കും കുറച്ചു നേരം. No, you can. I touch it. Okay. അവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞതുപോലെ ഓട്ടറിനെയൊക്കെ കണ്ടത് അവിടെ നിൽക്കട്ടെ. ചീക്കോടൊപ്പില്ല. കണ്ടോ, അവനിങ്ങനെ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പ്രാവശ്യം ഇങ്ങനെ ഇതിലൊരു ഗോൾഫ് ബോൾ ഉണ്ടെന്ന്. അതെങ്ങനെ വീണു? More of them, like 1, 2, 3 there. Huh? 1, 2, 3. I think they are playing with the golf balls. ഓ, അത് ഇവർക്ക് കളിക്കാനുള്ള ഗോൾഫ് ബോൾ ആണെന്ന് തോന്നുന്നു, ഓട്ടനൊക്കെ. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പ്രാവശ്യം ചീക്കോൻ്റെ അടുത്ത്. ചീക്കോ ഇങ്ങനെ ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സൂവിലിടുന്നത് എന്തിനാ, പാവില്ലേ അവർക്കാണെങ്കിൽ കാട്ടിൽ നിന്നൂടെ. അപ്പം എൻ്റെ അടുക്കേ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ആനിമൽസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആനിമൽസ് ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അംഗവൈകല്യമുള്ളത്,
അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് അസുഖം എന്തെങ്കിലും പിടിച്ചത്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടായതുങ്ങളെയാണ് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അവർ സർവൈവ് ചെയ്യില്ല, അവർ മരിക്കും. അതുകൊണ്ടാണ് അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ കെയർ ചെയ്യണമെന്നാണ് ഇവൻ പറഞ്ഞത്. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. വേറെ സാധനം കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേര് ഇൻസെക്റ്റ് ഹോട്ടൽ എന്നാണ് ഇവർ വിളിക്കുന്നത്. അതായത് ചുമ്മാ ചുള്ളിക്കമ്പും ഇലയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ തണുപ്പായിരിക്കുമ്പോൾ ഇൻസെക്ട്സിനൊക്കെ The house was a rabbit of us, but then the rabbits died, so they passed away. So we put it in the back of our garden, and then we filled with the materials to make an insect hotel of it. ഞാൻ പറഞ്ഞുതരാം. ഇവൻ്റെ ട്വിൻ ബ്രദറിന് ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു റാബിറ്റ്. അതിനൊരു കൂടുണ്ടായിരുന്നു. അത് മരിച്ചതിന് ശേഷം ആ കൂട് വെറുതെ ഇരിക്കണം കണ്ടപ്പോഴേക്കും അവൻ്റെ പാരൻസ് അതൊരു ഇൻസെക്റ്റ് ഹോട്ടലാക്കി മാറ്റി. അങ്ങനെയാണ് അവൻ്റെ വീട്ടിലെ ഇൻസെക്റ്റ് ഹോട്ടൽ ഉണ്ടായത്. സ്വന്തമായിട്ടൊരു ഹോട്ടലുള്ള ആളാണ് ചീഫ്. ഇൻസെക്റ്റ് ഹോട്ടലാണെന്ന് മാത്രം. ഇതിൽ നമ്മൾ കോയിൻ ഇടണം, €1 ഇടണം, പിന്നെ ഒരു 5 സെൻറ്റിൻ്റെ കോയിൻ ഇടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് വെളിയിൽ ഈ സാധനം പ്രിൻ്റ് ചെയ്ത് വരും. ആ 5 സെൻറ്റിൻ്റെ കോയിൻ്റെ അത് ഈ സാധനം പ്രിൻ്റ് ചെയ്ത് വരും. അതാണ് ഇതിൻ്റെ സംഭവം. We call this Amma, by the way. Amma? Amma. Amma. Yeah, A for Amma. Amma is mom, Amma is turtle. Amma? Amma, mother. Amma, mama. Amma, mom. Amma? Amma. Amma. എടുക്കാനുള്ള ബൂത്ത് ഉണ്ട്. ഇതിൻ്റെ അപ്പുറം പോയി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹോളായിരിക്കും. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. Lachen. Lachen. Smiling. ഇതിനൊക്കെ ഞാൻ നാഷണൽ ജിയോഗ്രഫിക്കലിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതിനെ കാണാതിരിക്കും. ഫ്ലാഷ് അടിക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. ഫ്ലാഷ് അടിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാഷ് അടിക്കുന്നില്ല. ഞങ്ങളെങ്ങാൻ പിടിച്ച് പുറത്താക്കിയാലോ. എന്താ പോയത്? What is it, Chico? Is it a shark? It's sharks, yeah. All sharks, the biggest ones. I hope അത് കറങ്ങി ഇവിടെ കൂടി വരണം. It is coming here. It is coming here. Yeah. I think it is coming here. Finding Nemo, Nemo, Dory, എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട്. നമുക്ക് Finding Nemo, Nemo, Dory, ഇതല്ലേ ഡോറി? ഡോറിയില്ല, ദാ ഉണ്ട് ഡോറിയില്ലേ. ഇതൊക്കെ എനിക്ക് വയ്യ. ടണൽ. ഇതൊക്കെ ഒരു ടണലാണ്. ചുറ്റും വെള്ളം. അതിന് വലിയൊരു ഷാർക്ക്. Look at the turtle. Is that tortoise or turtle? What is tortoise and turtle? That's tortoise. That is tortoise. A turtle അല്ല, അത് tortoise. ഇത് നോക്ക്. എന്ത് വലുതാണ്. I wish it was like this. It was there. Maybe it's going there. Oh,
നോക്ക്. ഇങ്ങനെ നമ്മുടെ തലയുടെ മേലെ ഇങ്ങനെ പോകും. That is actually so cool. വേറൊരു ഫിഷിനെ കാണിച്ചു തരാവേ. എന്ത് വലിയ ഫിഷൊക്കെ നിൽക്കും. ഞങ്ങളുടെ ബാക്കിൽ കൂടെ ഈ ഷാർക്കിനെ 2-3 തവണ പോകാൻ തുടങ്ങിയിട്ട് അതെങ്ങനെ കറങ്ങി പോകും. It's here. It's going back. A lot of cuts. No, don't do that way. ശരിക്കും നമുക്ക് ഫുഡ് കൊണ്ടുവരും. ആകെ ഞങ്ങളുടെ കയ്യിലുള്ളതൊരു ചോക്ലേറ്റ് ബാർ. ഇനി ഇത് തിന്നാൻ മതി. ഇതാണ് പിരാന. കണ്ടോ അനങ്ങാണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇത്രയും വലിപ്പം പിരാനൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിപ്പോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പിരാനയാണെന്നും ഇതിന് ഇത്രയും വലിപ്പം ഉണ്ടെന്നും. നോക്ക്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. വെറുതെ അല്ല ഇതൊക്കെ മനുഷ്യനെ തിന്നൊക്കെ പറഞ്ഞ് പരത്തിയ ആൾക്കാര്. അത് ഇലക്ട്രിക് മാത്രം കാണാനില്ല. ഓ ദേണ്ട് ഈ കിടക്കുന്ന ഞാൻ കമ്പാണെന്ന് കരുതി. കിടപ്പുണ്ടോന്ന് എനിക്ക് ഒന്നും കാണിച്ചിട്ട് പറ്റില്ല. ഈ കിടക്കുന്നത് ശരിക്കും ഒരു തടിക്കഷ്ണമല്ല, അതൊരു ഇലക്ട്രിക്. Oh my goodness, that's an original fish. Yeah, 2 of them. Oh my goodness. എന്ത് വലിപ്പം നോക്കയില്. ഈശ്വര, എന്നേക്കാൾ നീളമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ഒരു പ്രതിമയായിരിക്കും എന്നെ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അല്ല, ഈശ്വര എന്ത് വലിപ്പം നോക്ക്. Look at his mouth. One teeth there. ഒരു പല്ലേ ഉള്ളു കേട്ടോ. പക്ഷെ ഐ ഫീൽ സോ സ്കേറ്റി. ഭ്രാന്തൻ. അതിൻ്റെ ഇടയ്ക്ക് എന്റെ കാലെ പിടിക്കാൻ പേടിപ്പിക്കാൻ വേണ്ടി അത് പോയി. ഞങ്ങളുടെ ശല്യം സഹിക്കാൻ മേലാണ്ട് അത് എണീറ്റ് പോയി. ഓ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുകയാണ്. നമ്മള് താഴെ കണ്ട വലിയ ഷാർക്ക് ഇവിടെ കൂടെ നടപ്പുണ്ട്. Heute zum Beispiel Ortina, die alle heißen, wenn die natürlich dann auf Jagd gehen, haben eine Rolle von 50 bis 80 Kilogramm verspeist, dann sind die erstmal 6 bis 8 Wochen satt und der Jagdinstinkt auch dann eben halt nicht mehr aktiviert. Das war jetzt gerade eine Pferde vorbeigesprungen. Yeah, the turtle is eating broccoli. Broccoli, really? Yeah. Oh yeah, I see that. Der Hai da unten, ne? Wir hatten ja früher auch bei uns hier in der Familie nach Wilhelmshaven und Aussehen natürlich auch. Mittlerweile auch nicht mehr so der Fall. Das kommt daher natürlich. Look how cool the light and the turtle. Aber es kommt daher, weil dieser großen Ozeanriesen, die Containerschiffe so durch die Ostsee jagen, an nordländischen Linien vorbei. Und die mit ihren Schiffsschrauben natürlich dementsprechend, die werden dementsprechend da auch nicht mehr schiffen können. Und somit ist die Anzahl auch schon wesentlich kleiner. Können Sie welcher leisten, genau wie unsere Egel auch. Ich bedanke mich für Ihr Interesse, wenn ihr Fragen habt, schaut gerne zur Verfügung. Ansonsten noch einen schönen Dienstmontag. Lass die Hand still, die tun dir nichts. കയ്യിൽ ഒട്ടിപ്പിടിയുന്നത്. Wie kommt der Kitty auf deine Hand drauf? നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കണ്ടോ.
It's stick on your hands. അത് കയ്യിലിങ്ങനെ ഒട്ടിയിരിക്കും നമ്മുടെ ഈ ഒക്ടോപ്പസിന്റെ ഒക്കെ കൈകളിങ്ങനെ ഫക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ശരിയാട്ടോ, നോക്ക്. കൈ ഇങ്ങനെ ഇടുമ്പോ നമുക്ക് മനസ്സിലാവും. You can touch it? Yeah. That is poisonous, by the way. ഇതുണ്ടോ കയ്യിലിങ്ങനെ അവര് സക്ക് ചെയ്ത് പിടിച്ചെടുക്കുക. അത് Come on your hands actually. You just need to hold it at the edge of the water. Weiche Eier, die wie gesagt im Körper bleiben, die sind dann recht glatt und deutlich kleiner. Wir haben ja auch welche von Zebrahai, der gehört auch zu den Ammenhai-artigen. Kann aber sein, dass es entfernt worden ist. Also wir hatten hier noch ein Stück Schale gehabt. Nee, vom Tierpfleger wahrscheinlich, weil das schon sehr lange hier drin lag. Also wäre das Teil wahrscheinlich halt, oh, Moment mal, vielleicht habe ich es doch. Nee, doch nicht. Ich dachte, das war doch das Stück Schale. Nee, ich glaube, es ist weg. Aber wir hatten hier mehrere auf jeden Fall. Dürft ihr auch gerne rausnehmen, das Ei. Das darf man anpassen, ja. അതിങ്ങനെ എൻ്റെ തൊലി ഇങ്ങനെ പറിച്ച് തിന്നാണ്, ലൈക്ക് ഡെഡ് സെൽസ് തിന്നാണ്. അതാണ് തോന്നുന്നത് കയ്യിൽ കയറിയിരിക്കുന്നത്. You wanna touch it too? Sure. Yeah, move it slowly. Yeah, put it in slowly. It will come. Yeah, and still hold still. ഇവന്റെ കൈ വേണ്ട ഗൈസ്, ഇവന്റെ കൈക്ക് മാർക്കറ്റ് ഇല്ല. വന്നു don't shake your hands. It's on your hands? Ja. Hey, no, don't move. Yeah, because they wanted to eat the dead skins. Kann passieren. You see? Yeah. Garnelen sind hier drin, You see? die sich ganz gerne irgendwo verstecken. Isn't it tickly? The eggshell. Is that shark eggshell? This is an eggshell from a shark. Yeah. ഇത് ഷാർക്കിന്റെ എക്സൽ ആണ്. So, für die Kinder, ihr dürft ganz gut hier aufpassen. Das gehört aber nicht an der Spitze. അത് സ്റ്റാർഫിഷ് ആണ് guys. Boah, ich habe an dieser Spitze da. Guck, ich habe ഇക്കും തുടങ്ങുന്നത്. അത് Das große അനിമോണിയ. da, das ist eine Seeanemone. Oder das daneben. Also das, was da offen ist mit den Tentakeln, Can you das ist try eine touching this? Seeanemone. Die darf man auch anfassen. Möchtest du die anfassen? Gentle. Starfish. There, starfish. Meistens fasse ich gar nichts. Is it spiky? A little bit. നമ്മുടെ ഈ കോറലിന്റെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട this is something that moves. ഞാൻ ഓർച്ചത് പുല്ലാന്ന്, പക്ഷെ അല്ല guys. Yes, this is moving. ഞാൻ ഓർത്തത് എന്താ കല്ലാണെന്ന്, പക്ഷെ അല്ല, അതിന് ജീവനുള്ള The sneeuw or something. What is that? പയ്യെ നീങ്ങുന്നു. നമ്മുടെ നാട്ടിലെ തോടിന്റെ ഓരമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഇങ്ങനെയല്ലേ നമ്മുടെ നാടിന്റെ തോടും അതിന്റെ വക്കൊക്കെ.
പക്ഷെ ഇവരൊക്കെ ഇത് എന്തോരം കഷ്ടപ്പെട്ട മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാം ഇവിടുത്തെ ക്ലൈമറ്റിന്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വെറുതെ കാട് പിടിച്ച് വളരും, പക്ഷെ ഇവർക്ക് പാടാണ് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. ഇവിടുന്ന് 2 പേപ്പർ എടുക്കുക, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് വരയ്ക്കുക. ഇവിടെയൊക്കെ മൊത്തം പിള്ളേരാണ് ഗൈസ്, നമ്മളൊന്നും കൊണ്ട് വരപ്പിക്കുകയില്ല. എന്നിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അതിന്മേൽ സ്കാൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിഷ് ഇതിൻ്റെ അകത്തുകൂടി ഓടി നടക്കണം കാണാമെന്നാണ് പറയണത്. പക്ഷേ അല്ലാത്ത പിള്ളേർ വരച്ച ഒരു ഫിഷ് ഞാൻ കാണുന്നില്ല. നമുക്ക് നോക്കാം. അങ്ങനെ ഏതൊക്കെയോ പിള്ളേരുടെ ഇടയിലൊക്കെ ഞങ്ങൾ വന്നിരുന്നു ഗൈസ്. നമുക്ക് വരച്ച് നോക്കാം. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിഷിനെ അല്ല വരക്കുന്നത്, നമ്മൾ തോന്നിയ ഫിഷിനാണ് വരക്കുന്നത്. കണ്ടോ, ഞാനിപ്പോൾ തുടങ്ങിയെന്ന് വെച്ചിട്ട് ലൗച്ചിനുള്ള ഫിഷിനെയാണ്. ഇത് നിന്റെ പേപ്പർ, എൻ്റെ പേപ്പർ. മീനിനെ നമ്മൾ 4ആയിട്ട് ഭാഗിച്ചു. ഈ പീസ് എനിക്ക്, when we fry this fish, this piece is for me, this is for you, this is for me and this is for me. കേട്ടല്ലോ, മീൻ വറക്കാൻ പോണു ഗൈസ്. ചുണ്ട് നമുക്ക് പിങ്ക് കൊടുക്കാം, പിങ്ക് ഫോർ ദ ലിപ്സ്. ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത ഗൈസ്, ലിപ്സ്റ്റിക്. ഇനി നമുക്ക് പച്ച കൊടുക്കാം, പച്ചമീൻ. നമ്മൾ മേടിക്കുമ്പോൾ ആ കടയിൽ നിന്നൊക്കെ പറയില്ലേ പച്ചമീൻ. ആ പച്ചമീനാണ് ഞങ്ങൾ വരക്കാൻ പോകുന്നത്. ഓ വേണ്ടായിരുന്നു, പണ്ടാരം എടുത്ത് അടിക്കുകയും ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. പച്ചമീൻ എന്നും പറഞ്ഞ പച്ച എടുത്തടിച്ച് ഗൈസ്. ഇനി ദൈവത്തിന് മാത്രം ഞങ്ങൾ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇവനെന്താ കാണിക്കുന്നത്? കുറേ നേരമായിട്ട് ചുണ്ട് മാത്രം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്കും മീനിൻ്റെ മേത്ത് ഡെക്കറേഷനും കൊടുത്ത് പച്ചമീൻ്റെ പച്ച ലെയറും കൊടുത്ത്. ഇനി അടുത്തതിൽ നമ്മൾ ഇതെന്തത് വയലറ്റ് വെറൈറ്റി ആയിക്കോട്ടെ. അടുത്ത ലെയർ വയലറ്റ്. നമ്മുടെ വയലറ്റ്. അയ്യോ ഇവൻ സീനാണ് ഗൈസ്. ഇപ്പം ഇവരെ വരക്കുന്നത് സീനുണ്ട് കേട്ടോ. കുമ്പളയുള്ള മീനാണ് ഇവ വരക്കുന്നത്. ഞാനാണെങ്കിൽ നല്ല കോളനി മീൻ എന്നാ പറയാനാ നോക്കണേ. നമുക്ക് ഏത് കളറാണെന്ന് എനിക്കറിയില്ല. ബ്രൗൺ. ഇത് ലവ് ചെയ്യുന്ന ഒരു മീനാണ് ഗൈസ്. അതുകൊണ്ട് വി കോൾ ദിസ് ലവിങ് ഫിഷ്. അതുകൊണ്ട് നമ്മൾ ആ മീനിൻ്റെ വീത്ത് പൊത്ത് ലവ് ചെയ്ത് വരച്ച് അതിന് കോളാക്കി കളിക്കും. എൻ്റെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞാനാണ് ഇത് വരച്ചു. ചീക്ക് വരച്ചത് കുറച്ച് എന്താണ് വരയ്ക്കുന്നത്? എൻ്റെ അത്രയും കലാബോധം ഇല്ലാത്തത് കൊണ്ടാണ്. കലാബോധം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കാണിക്കില്ല. You done? No. I will help you. I'll help you. ഞാൻ സഹായിക്കാം അവനെ. ഞാൻ സീനാണെന്ന് അറിയാലോ. ഞാൻ അതിന് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുത്താണ്. ഇപ്പൊ അവന്റെ മീൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും എന്റെ മീൻ തന്നെ മുടിക്ക് മീൻ. നോക്കങ്ങോട്ട് എന്തൊരു മുടിക്കാ നോക്ക എന്റെ മീൻ. അവന്റെ മീൻ ഒന്നിനും കൊള്ളിയില്ല. ഇതാണ് ഞാൻ വരച്ചത്. ഞാൻ വരച്ചതല്ലേ ഗൈസ് നല്ലത്. എന്റത് ഞാൻ വരച്ചതാണ് കൂടുതൽ നല്ലത് ഗൈസ്. ഞാൻ എൻ്റെ മീനിനെ ഇതിനകത്തിട്ട് ഇങ്ങനെയല്ലല്ലോ തലകുത്തിയാണ് നമ്മളെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മീൻ വരും. അവിടെ ഉണ്ടാവണുണ്ടോ? ആ പൊട്ടിത്തെറി ഉണ്ടായത് എൻ്റെ മീനിനാണ്. കണ്ടോ? അത് ഞാൻ വരച്ച ലവ് മീനാണ് ആ പറന്നു പോകുന്നത്. ഒന്നും കൂടി ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. That's my mean. Two of them. Yeah, I clicked twice. Chicken mean. Oh, again chicken mean. കണ്ടോ? രണ്ടും ഒരേപോലത്തെ ചിക്കൻ മീൻ. ചിക്കൻ മീൻ. എന്തെങ്കിലും സുവനീറൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഓർമ്മയ്ക്കായി നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. നമ്മുടെ വാക്കിംഗ് ഫിഷ്.
28 euros. ഇത്രയും വലിയ Show the price. 28 euros. Come അതായത് closer, I don't see it. 2700 അടുത്ത് വരും. ഈ ചെറിയ കുഞ്ഞു ഡോളിന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടി കാലിയാവും. കാരണം അവരിതൊക്കെ കയറി വേണമെന്ന് പറയും. ഇതിനൊക്കെയാണ് ഒടുക്കത്തെ വില. Oh, this one is cute. ഈ പെൻഗ്വിനെ നോക്കുക, എന്ത് ക്യൂട്ടോ നോക്ക്. 18 യൂറോ ടീക്കോ, ഇറ്റ്സ് ഓൺലി 18 euros. വീട്ടിലും അങ്ങനെ തന്നെ അച്ഛനൊക്കെ നമ്മളെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേണമായിരിക്കും, പക്ഷെ നമ്മൾ വേണ്ട പറയും. കാരണം പൈസ പോവില്ല കരുതിയിട്ട്. അതൊക്കെ കുഞ്ഞുനാൾ തൊട്ട് ശീലിച്ച അങ്ങനെ. അതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പൈസ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും അത് ചിലവാക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പണ്ട് ഈ പൈസക്ക് വേണ്ടി തന്നെ കുറേയൊക്കെ നമ്മൾ തെണ്ടിയിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കാരണം ഇത്തിരി രൂപയാണെങ്കിൽ കൂടെ ചിലവാക്കാൻ ഭയങ്കര മടിയാണ്. ഇതൊക്കെ എന്താണാവോ? ഇതൊക്കെ കപ്പാണ്. ഓഹോ, ഇതെന്ത് ക്യൂട്ടാ നോക്ക്. ഓ, വിലയില്ലേ ഇതിനൊന്നും? 14 യൂറോ. എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വിലയാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. 14 യൂറോ. ഇതിനൊക്കെ നല്ല വിലയാണ്. 13 യൂറോ. വേണ്ട, അത്രയൊന്നും കൊടുത്തിട്ടുള്ള ആർഭാടമൊന്നും എനിക്ക് വേണ്ട. ചീക്കൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ഇങ്ങനത്തെ സാധനം അവന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് മോട്ടർ എന്നായിരുന്നേ. ഇപ്പോഴും ഉണ്ടത്. Shake it. Chico, you remember motor? Yeah, it was like motor is like that. ഇവന് I have a കുഞ്ഞായിരിക്കും. lot of them, you know. My mom made 8 of them. ഓ, അവന്റെ അമ്മ 8 ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ. ഇതൊക്കെ ഭയങ്കര വലുതാ, പക്ഷെ ഇത് നല്ല വിലയായിരിക്കും. നോക്കാം നമുക്ക് എത്ര റൈസ് ഉണ്ട്. 190 യൂറോ, 19,000 രൂപ. ഇറ്റ്സ് ജസ്റ്റ് 190 euros. 190, 200. 2.5 യൂറോന്റെ ഇങ്ങനത്തെ കല്ലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഓ, ഇങ്ങനത്തെ ഒരു സാധനം ഇവന്റെ വീട്ടിൽ അവന്റെ അമ്മേന്റെ അടുത്തുണ്ട്. ഇത് മറ്റേ എന്താണ് അതിന്റെ പേര്? ഈ പഴയ ഫോസിലില്ലേ, അതാണ്. ഇത് ഷാർക്കിന്റെ ടീത്ത്. ഒറിജിനലാണോ തമ്പരാൻ അറിയാം. Hey. ഇത് ഇഷ്ടമായി, പക്ഷെ ഇതിലേതെങ്കിലും ഒരെണ്ണം നല്ല ഒരെണ്ണം എടുക്കാം. Willst du keinen Aufkleber dafür haben, oder? ഇതാണ് ഞങ്ങൾ എടുത്തത്. അത്യാവശ്യം വലിപ്പമൊക്കെ നോക്കിയിട്ട് എടുത്തത്. വേറെ എല്ലാത്തിനും ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ വലിപ്പം ഉണ്ടാവില്ല, കുഞ്ഞിതായിരിക്കും. നോക്കിയിട്ട് ഇതിന് വലിയ കുഴപ്പം തോന്നാറില്ല, പക്ഷെ ഇത് നല്ല രസമായിട്ടുണ്ട്. കാണിക്കലേ ഗൈസ്. താങ്ക് യു. ബൈ. ഷാർക്കുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഒറിജിനലാണോ ഞാൻ നോക്കായിരുന്നു. ഒറിജിനൽ തന്നെയാണ്. വെളിയിലേക്ക് നോക്കാനുള്ള ഒരു ബാൽക്കണി ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച. There we went swimming, the building there. ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയ ബിൽഡിംഗ് ഇടാം. അത്രയുള്ള ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ്